കുട്ടീസ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇച്ചിക്കൂടിനെ എഴുന്നേറ്റ് പൊക്കി എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇച്ചിക്കൂട്ടിനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ പ്രവേശനോത്സവമാണ്. രാവിലെ തന്നെ കുത്തി എഴുന്നേൽപ്പിച്ച് നേരെ ആൾ മേലോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ പാൻറ് ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാനിന്ന് പാൻറ് ഇടണേന്നും പറഞ്ഞുകൊണ്ട് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അപ്പം അതെടുക്കാനാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സമ്മതിച്ചില്ല. എനിക്കിന്ന് പാൻറ് മതിയോ, മുനിക്കറി ഇട്ട് തരണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാൻറ്റാണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇടാൻ. അങ്കനവാടി പോയാലും അവൻ നിക്കർ ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല. അവന് പാൻറ് മതി. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പാൻറ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാൻറ് മതി അമ്മൂ എന്നാ പറയണേ. അപ്പോൾ അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ പാൻറ് എടുത്ത് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പുതിയ അംഗങ്ങളൊക്കെ അങ്ങ് തുടങ്ങുവാണ്. രാവിലത്തെ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിക്കാനാണ്. കുറേ സമയം അങ്ങനെ പോകും കേട്ടോ. എഴുന്നേറ്റ് ദേ അടുക്കളയിൽ വന്ന് കുറച്ച് നേരം അവിടെ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പല്ല് തേക്കണോ എന്നൊക്കെ മേടിച്ചുകൊണ്ട് ഉള്ളിൽ അവിടെ നിൽക്കുവാണ്. പിന്നെ എനിക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി സ്കൂളിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മോനെ പോയി കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ദേ അവന് ചായ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കട്ടൻ ചായ മതി. അപ്പം ഞാൻ കട്ടൻ ചായയും കൊടുത്തു. അതിങ്ങനെ അങ്ങനെ പിന്നെ നേരത്തെ വെളുപ്പിന് അങ്ങനെ എഴുന്നേറ്റുകൊണ്ട് ഇപ്പോൾ അവന് കാര്യമായിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മളിനി റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടി. ഇന്ന് കിച്ചൻ്റെ പിറന്നാളാണ് കേട്ടോ. അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്കിനി ഇച്ചിക്കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാം പടപടേന്നായിരുന്നു ഇവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. നട അടയ്ക്കുന്നേക്കാളും മുന്നേ തന്നെ അവിടെ എത്തണമെന്നായിരുന്നു കേട്ടോ. നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസാദം വാങ്ങിക്കാണ്ട് പോരാൻ പറ്റത്തില്ല. കുറച്ച് നേരം നിൽക്കേണ്ട വരും. അപ്പോൾ ഇച്ചിക്കൊണ്ട് സ്കൂളിലോട്ട് പോക്ക് പെൻഡിങ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നട അടയ്ക്കുന്നേക്കാളും മുന്നേ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്പലത്തിലെത്തി പിന്നെ പൂജയ്ക്കുള്ള രസീതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം അതും വാങ്ങിച്ച് നേരെ അകത്ത് പോയി തൊഴുതിങ്ങി ഇറങ്ങി പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടി. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പം ആദ്യ ദിവസമായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയത് ഭാഗ്യം. അപ്പം അതേ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോഴാണ് കറക്റ്റ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അംഗനവാടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിക്കുന്ന് സ്കൂളിലോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചല്ലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ സ്കൂളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ പോയി നമ്മൾ ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പ്രസംഗവും കാര്യങ്ങളും അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നു. ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുക. പിന്നെ കുറേ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. +2 10ാം ക്ലാസ് അതൊക്കെ ജയിച്ച കുട്ടികൾക്ക് മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ്, കുഞ്ഞിക്കുട്ടികളുടെ പാട്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി തന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളോട് നമ്മൾ ഇത്രയും സമയം ഇരിക്കുകയല്ല, അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് വെള്ളമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര നേരം അവന്മാരൊന്നും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. നമുക്ക് അത്ര പിടിയില്ലല്ലോ. ഒരു നേരം ഉണ്ടാവുന്നും പറ്റേ. പിന്നെ ആള് പിന്നെ കുറച്ച് നേരം കൂളായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇറങ്ങി നേരെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴെയാണ് സ്കൂൾ. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂള്. മണ്ണൂരുള്ള ഗാർഡൻസിലാണ് നമ്മൾ കൊച്ചിനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇനി ക്ലാസ്സിലിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇച്ചിക്കുട്ടൻ്റെ ക്ലാസ് കേട്ടോ. ആള് ദേ പോയി അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കരയോന്നൊക്കെ ചെറിയ ഡൗട്ട് അടിച്ചു. പക്ഷെ കരച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൻ കുട്ടികളെ കണ്ടപ്പോൾ അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പിന്നെ ദേ അവിടെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ പേരൻസ് എല്ലാവരും പുറത്ത് നിൽക്കുവാണ് കേട്ടോ. ഇവരെ ആദ്യം തന്നെ പേരൊക്കെ വിളിച്ച് അകത്തേട്ട് കയറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മിസ്സ്, ഇച്ചിക്കുട്ടനെ പഠിപ്പിക്കുന്ന മിനി മിസ്സ് ഇതാണ്. അപ്പോൾ ടീച്ചറൊക്കെ കണ്ട് പരിചയമൊക്കെ പെട്ടു. പിന്നെ അവർക്ക് ഓരോ ഗിഫ്റ്റ് ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ എന്താ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൻ്റെ അടിയിൽ. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് പതുക്കെ പൊക്കി നോക്കിയിട്ട് അതിനകത്ത് എന്നാ കിട്ടിയെന്ന് വെച്ചാൽ അത് എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ പതുക്കെ മിസ്സ് വിളിച്ച് കൊണ്ടുവന്നിട്ട് ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കുമായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ 1-2 പേര് മാത്രം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നൈസായിട്ട് അടുത്ത് പോകുന്ന ഇച്ചിക്കുട്ടനാണ്. അപ്പോൾ ഇച്ചിക്കുട്ടനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവൻ. മാത്രമല്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പേരൻസൊക്കെ കുറച്ച് പേര് മാത്രമേ കരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പെൻസില്, ലഡു അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അവർ വെൽക്കം ചെയ്ത് അകത്തേട്ട് കയറ്റി കേട്ടോ. പിന്നെ മിസ്സ് കുറേ പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുട്ടികൾ നേരത്തെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ.
ഇതാണ് ട്ടോ ഇച്ചിക്കുട്ടിൻ്റെ ക്ലാസ്. ഇതാണ് എ ബി എന്ന 2 സെക്ഷനാണ്. ഇച്ചിക്കുട്ടൻ എയിലാണ് കേട്ടോ. അപ്പോൾ എ ബാച്ചിലാണ് ഇച്ചിക്കുട്ടൻ. അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ലഡു ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ. കുറച്ച് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്തു വിടില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കത് പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് നേരം പാർക്ക് കയറ്റാൻ പറഞ്ഞപ്പോൾ പാർക്കിലേക്ക് കയറ്റി. തിരിച്ച് നമ്മൾ വരാൻ നേരത്തെ പിന്നെ അഭിച്ചേട്ടനെ കണ്ടു. കുറച്ച് നേരം പിന്നെ അഭിച്ചേട്ടനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആളവിടെ നിന്നായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇനി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിക്കുട്ടിൻ്റെ പിറന്നാൾ, ഇച്ചിക്കുട്ടനില്ല കിച്ചൻ്റെ പിറന്നാളായിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി അടിപൊളി സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ നേരെ തിരിച്ച് വീട്ടിലിട്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ്